ഹലോ ഗൈസ്, എല്ലാവർക്കും വാഴ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും വന്നേക്കാണ് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ എപിക്കയുടെ പുതിയൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ കഴിഞ്ഞ ഞാനിട്ട എല്ലാ നമ്മുടെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൻ്റെ വീഡിയോയ്ക്കും നിങ്ങളെ നല്ല റെസ്പോൺസാണ് തന്നത്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഈ ഗെയിമായിട്ട് തന്നെ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് വന്നപ്പോൾ നമ്മുടെ വണ്ടി മൊത്തം ചെളി പിടിച്ച് കിടക്കുകയാണ് ഗൈസ്. നമ്മൾ കുറച്ച് ഡെസേർട്ടിൽ കൂടെ ആയിരുന്നു പോയത്. അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ചെളി പിടിച്ച് കിടക്കുകയാണ്. നമുക്കെന്തായാലും നമ്മുടെ ഒന്നെങ്കിൽ ഈ BMW എടുക്കാം നീഡ് ഫോർ സ്പീഡിലെ, അല്ലെങ്കിൽ ഇതെടുക്കാം. ഇതെടുത്താൽ നമുക്ക് ഈ BMW എടുക്കാം ഗൈസ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യണം. ഗാരേജിൽ പോവാ, ഇവിടെ പോവാ, അല്ലെങ്കിൽ ഇതെടുക്കണം. ഏതെടുക്കും ഗൈസ്, ഒരു കൺഫ്യൂഷനാണ്. ഇതെടുക്കണോ ഇതെടുക്കാം അല്ലേ? നീഡ് ഫോർ സ്പീഡിൽ എടുക്കാം ഗൈസ്, അതാ കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് ഇന്നലെ ചെയ്ത പോലെ തന്നെ, കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ ഇവിടെ പോവാ. ട്യൂണിങ്ങിൽ എല്ലാം സെറ്റാണ് അല്ലേ? എല്ലാം സെറ്റാണ്, ഒന്നും മേടിക്കാനില്ല. ഓക്കെ, നേരെ ബാക്കിലേക്ക് പോരുക. സസ്പെൻഷനിൽ പോയിട്ട് ഇത് മാക്സ് ആംഗിളിൽ ഇടാം, എന്നാലേ നല്ല ഡ്രിഫ്റ്റിങ് കിട്ടുള്ളൂ. എന്നിട്ട് നേരെ പോവുക, ബാക്ക് വരിക, നേരെ സ്റ്റാർട്ട്. ഞാൻ ഇപ്പോഴും ഓൺലൈനാണ് ഗൈസ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാനിപ്പോഴും ഓൺലൈൻ തന്നെ കൊടുക്കുകയാണ്. നേരെ സിറ്റിങ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഇന്നും കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ കുറച്ച് മാപ്പ് എക്സ്പ്ലോറിങ് തന്നെ ആവാം. നമുക്ക് എവിടെ പോകണം എന്ന് ഞാൻ ഗെയിമൊന്നും ലോഡായി വന്നിട്ട് ഞാൻ തീരുമാനിക്കാം. ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം, ഒന്ന് ചില്ലാവാനായിട്ട്. നോക്കട്ടെ, ഗെയിം എന്തായാലും ലോഡായി വരട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് നോക്കാം. ഗെയിം ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. കയറിയപ്പോൾ തന്നെ കുറച്ച് ഡ്രിഫ്റ്റൊക്കെ ആവാം, പൊളിച്ച്. മോനെ സീൻ. ആ ഡ്രിഫ്റ്റ് കൊള്ളാം. ഈ കണ്ട ഡ്രിഫ്റ്റ് അടിപൊളിയാണ് ഗൈസ്. എങ്ങോട്ട് പോവും? കുറച്ച് ഞാൻ ഡ്രിഫ്റ്റ് ചെയ്യാൻ പഠിച്ചു ഗൈസ്. നമുക്ക് ഇവിടെ വലിയ മാപ്പാണ് ഗൈസ്, വലിയ മാപ്പ്. അതുകൊണ്ട് എവിടെ പോകണം എന്നാണ് നമുക്ക് ഡൗട്ട്. നമുക്ക് ഈ പ്രാവശ്യം ഈ സിറ്റി പോകാം ഗൈസ്. ഈ സിറ്റി പോയാലോ? നമുക്ക് ചുമ്മാ ഈ സിറ്റിയിലെ ഇവിടെ എയറോപ്ലെയിൻ ഈ സാധനം കാണിച്ചില്ല. നമുക്ക് ഇവിടം വരെ പോവാം. ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു വണ്ടിയൊക്കെ ഓടിച്ച് കളിക്കാൻ. നമുക്ക് എന്തായാലും അവിടം വരെ പോകാം ഗൈസ്. വണ്ടി എത്ര ഡാമേജ് ആവുമെന്നും കൂടി നമുക്ക് നോക്കാം. ഇപ്പം തന്നെ ഡാമേജ് ആവും. എൻ്റെ ഈ കൺട്രോൾ ചിലപ്പോൾ ഞെങ്ങുന്നില്ല ഗൈസ്. നിങ്ങളുടെ സൈഡിൽ ഞെക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചിലപ്പോൾ ഞെങ്ങാൻ കുറച്ച് പാടാണ്. നമുക്ക് എന്തായാലും അത്യാവശ്യം സ്പീഡിൽ നമുക്കങ്ങ് വിടാം. അധികം പയ്യെ അല്ല, അധികം സ്പീഡും അല്ലാത്തൊരു സ്പീഡിൽ നമുക്കങ്ങ് പോവാം. എന്നാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് കത്തിച്ചങ്ങ് വിടാൻ കഴിയും. നമുക്ക് എന്താ നോക്കാനുള്ളത്? പിടിച്ചാന ഇടിച്ച്. അവിടെ വരെ പോക്കൊന്നും നടക്കുമോയെന്ന് എനിക്കറിയില്ല ഈ വണ്ടി വെച്ച്. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മളെ ഓടിക്കലാണ്. നമുക്ക് കുറച്ച് ഒരു മെയിൻ ആയാലോ ഗൈസ്. അയ്യോ കുറച്ച് ഷോ ആയാലോ? കുറച്ച് ഷോ ഇറക്കാം ഗൈസ്. വണ്ടി വളഞ്ഞില്ലടാ. സ്റ്റീറിങ് റണ്ണായിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റീറിങ് വളയാൻ അത്യാവശ്യം ടഫുണ്ട്. അയ്യോ വണ്ടി പോയി ഔട്ട് ഓഫ് ട്രാക്ക്. കുഴപ്പമില്ല. പിന്നെ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചോ. 5K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു ഗീവ് അതിനുണ്ട്, റോബക്സ് ഗീവ്. അയ്യോ, ലോറി കണ്ടുകൊണ്ട് വെട്ടിച്ചാണ് ഗൈസ്. നമ്മൾ നേരെ ഇവിടെ ചെന്നിരിച്ചു. അപ്പോൾ 5K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ റോബക്സ് ഗീവ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, വണ്ടിച്ച് ബാക്ക് പോവാ. നേരെ കറക്കി അങ്ങ് എടുത്തോ. പക്ഷേ ഈ വണ്ടി ശരിക്കും അങ്ങ് ഡ്രിഫ്റ്റ് ആവുന്നില്ല ഗൈസ്, എന്താണെന്നറിയില്ല. എന്നാലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് വണ്ടി ഇങ്ങനെ അങ്ങനെ ആക്കി എടുക്കാൻ നമുക്ക് ചെറുതായിട്ട് ലാഗ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സെറ്റാക്കാം. അത് കൊള്ളാം. ഇടിച്ചില്ലായിരുന്നു, അത് നൈസായിരുന്നു ഗൈസ്. അത് കൊള്ളായിരുന്നു, സത്യം പറയാം. സീൻ സാധനമായിരുന്നു. അപ്പുറത്തെ വഴി കൂടെ പോയിട്ട് ഇപ്പുറത്തെ വഴി എടുത്ത് നൈസായിരുന്നു. സ്ഥലം എത്തിയ പോണ വഴിയെല്ലാം മാറിപ്പോയാ? ഇല്ല, ഇനിയുണ്ട് കുറേ ഉണ്ടേ. ഇങ്ങനെ പാളിച്ചുകൊണ്ട് തന്നെ പോകണം. വൈബ് സെറ്റായിരിക്കും. പക്ഷെ അങ്ങനെ പോകാൻ പറ്റില്ല. നല്ല വൈബായിരിക്കും ഗൈസ്. അങ്ങനെ പാളിച്ചുകൊണ്ട് പോകാൻ വൈബ് എല്ലാവരും രസമായിരിക്കും, പക്ഷെ അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ അത് കൊള്ളാമല്ലോ. സൈഡ് ചെരിഞ്ഞ് പോകുന്നത്
അത് കൊള്ളാനായിട്ടായിരുന്നു. ഇന്നെങ്ങാനും എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, ഉദ്ദേശിച്ച പോലെ വണ്ടി സെറ്റ് ആവുന്നില്ല. വണ്ടി പൊളിഞ്ഞ് കഴിച്ചു, മൊത്തം പൊളിഞ്ഞ്. അവിടെ ചെല്ലുമ്പോഴേ വണ്ടി ഒരു അവസ്ഥയാവും. നമുക്ക് വണ്ടിയുടെ അകത്തിരുന്ന് ഓടിക്കാൻ കഴിച്ചു, എന്നാലാണ് ഒരു ഫീലിംഗ് കിട്ടുള്ളൂ. ഇതെന്താണ് ഇങ്ങനെ ഇരിക്കണം? അയ്യോ, ക്യാമറ സെറ്റിങ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റട്ടെ. കുറച്ച് ഇത്രയും ബാക്കിലേക്ക് പോകണ്ട. അപ്പോൾ അറബിയുടെ വില കാണും. സേഫ് ഫോർ ദിസ് കാർ. ഓഫ്, ഇടിച്ച്. നമ്മൾ പിന്നെ പണ്ടേ പ്രോ ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ വണ്ടിയൊക്കെ ഇങ്ങോട്ട് ഇത്തങ്ങ് ഓടിക്കും. ഓക്കെ കൺട്രോളുവാ. അത് കൊള്ളായിരുന്നു കേട്ടോ ഗൈസ്. അതേ, കുഴപ്പമില്ലായിരുന്നു ഇങ്ങനെ പോവാൻ. അങ്ങോട്ടും വെട്ടിച്ച് ഡ്രിഫ്റ്റാക്കി പോകാൻ നല്ലൊരിതാണ്. പക്ഷെ അത് നമ്മുടെ വണ്ടിക്ക് അത് പറ്റില്ല. റിപ്പയർ ഷോപ്പാണോ ഇവിടെ? ഉണ്ട്, റിപ്പയർ ഷോപ്പ് ഇവിടെ ഉണ്ട്. നമുക്ക് മറ്റേ തന്നെ ഓടിക്കാൻ കഴിച്ചതാണ് നല്ലത്. നമുക്ക് വണ്ടിയിൽ നിന്ന് റിപ്പയർ ചെയ്തിട്ട് പോവാം. അല്ലെങ്കിൽ വണ്ടി അവിടെ ചെല്ലുമ്പോഴത്തേക്കും വല്ലാത്തൊരു പരിവം ആവും. നേരെ എടുക്കുക, റോഡിലേക്ക് ഇറങ്ങി പോവാം. ഇനി പോവാം കഴിച്ച്, ഇനി പോവാം. നമ്മൾ ഏകദേശം സ്ഥലം എത്താറായിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് പോകുന്നതായിരിക്കും ഇന്നത്തെ മെയിനായിട്ടുള്ള വീഡിയോ. കഴിഞ്ഞിട്ട് 2 വീഡിയോയ്ക്ക് നിങ്ങൾ നല്ല റെസ്പോൺസ് തന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൻ്റെ വീഡിയോ ചെയ്യുന്നത്. ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈവൊക്കെ നമുക്ക് വരാം. പിന്നെ നമുക്ക് ഗീവ് അവേ 5000 5K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് സെറ്റാക്കാം. റോബക്സ് ഗീവ് അവേ വണ്ടി അടിച്ച്. ഓക്കേ, സ്ഥലം എത്താറായി കഴിച്ച് ഏകദേശം. കണ്ടിട്ട് നീ അങ്ങനെ തോന്നണേ. അത് എത്താറായി. ആ സ്ഥലത്തേക്ക് വളഞ്ഞ് കയറാൻ ആ സ്ഥലം എത്താറായി. വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് ഡാമേജ്. ഞാൻ കുറച്ചിങ്ങനെ വളച്ചെടുക്കുന്നതാണ് കഴിച്ച് ഞാൻ നോക്കുന്നത്. പക്ഷെ നടക്കുന്നില്ല. റോഡിന് വീതി വേണം. കണ്ടോ, അതുപോലെ. പക്ഷെ അത് നടക്കുന്നില്ല. നല്ല ടഫാണ്. അത് നടക്കൂല. അതിന് സ്റ്റീറിങ് വെച്ച് എനിക്ക് കളിച്ചത് പരിചയമില്ലാത്തതൊന്നും നടക്കൂല. സ്ഥലത്തി ഇവിടെ വെച്ചാൽ കണ്ടൊരു വളവുണ്ടല്ലോ. ഇവിടെ റിപ്പയർ സെൻറ്റർ ഉണ്ടോ? ഉണ്ട്. ഇവിടെയും കയറുന്ന റിപ്പയർ ചെയ്തിട്ട് പോവാം. ഇവിടെ ബാക്ക് പോവാ. ഫ്രണ്ട് പറ്റിക്കോ. നേരെ റിപ്പയർ. ഓക്കെ, റിപ്പയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ റോഡിലേക്ക് വരാം. അതൊന്നല്ല, അല്ലേ വണ്ടി ഇടിക്കും. നീഡ്സ് ഫോർ സ്പീഡ് മോസ്റ്റ് വാണ്ടഡ്. നമ്മളെ ഗ്രാഫിക്സ് ഏറ്റവും ലോയിലാണ് കഴിച്ചിട്ടേക്കണേ. അതുകൊണ്ട് ഗ്രാഫിക്സ് ഭയങ്കര കുറവായിരിക്കും. ആണോ നോക്കട്ടെ. ഗ്രാഫിക്സ് ഫാസ്റ്റിലാണ് ഇട്ടേക്കണം. ഇനി അതിലും കൂടുതൽ കുറയ്ക്കാനിനി ഒന്നുമില്ല. നല്ലപോലെ അകടിച്ചിട്ട് ഞാൻ ഇത്ര ഇട്ടേക്കണം. അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ ലോഡായി വരാൻ ഇത്ര പാട്. ടൈം എടുക്കണം, അല്ലെങ്കിൽ നേരത്തെ ലോഡായി വരും. നമുക്ക് സെറ്റിങ്സിൻ്റെ ഒക്കെ ഒരു വീഡിയോ നമുക്ക് അതിനു വേണ്ടി മാത്രമായിട്ട് പ്രത്യേകം ഒരെണ്ണം ചെയ്യാം കേട്ടോ ഗൈസ്. നമുക്ക് ഈ ഗെയിമിനെ കുറിച്ച് ഒന്നും അറിയാത്തവരാണെങ്കിൽ നമുക്കത് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഷാഡോസ് അല്ലല്ലോ, ഫ്രെയിം ബേസ്ഡ് അല്ല, റെസൊല്യൂഷനാണ്. ഇവിടെ പൂച്ച വരുന്നേണ്ടാണ് ഗൈസ് സൗണ്ട്. എൻ്റെ വീട്ടിലൊരു പൂച്ചക്കുഞ്ഞുണ്ട്. പൂച്ചക്കുഞ്ഞല്ല, അത്യാവശ്യം വലുത് പൂച്ചയാണ്. ഇതല്ല കൂട്ടിയിട്ടുണ്ട്. കാർ ഡീറ്റെയിൽസ് അല്ല, ഫ്രെയിം റേറ്റ് അല്ല, ഷാഡോ ഡിസ്റ്റൻസ് അല്ല, എന്തോ ഒരു സാധനം കൂട്ടണം. എന്തായാലും അത് കൂട്ടണല്ലേ. അപ്പം ഞാൻ എന്തായാലും നേരെ പോവാം. അതൊക്കെ കൂട്ടാൻ സമയം പോകും ഗൈസ്. വണ്ടി ഇടിച്ച്, കുഴപ്പമില്ല. റിയൽ ലൈഫിൽ ഇതുപോലെ പാടായിരിക്കുമോ ഗൈസ്? അങ്ങനെ അടിയും ഞാൻ ചെയ്യാം. സ്ഥലത്തി വളക്കി. ഇതുവഴി സൂക്ഷിച്ച് പോകണല്ലേ, ചെളിയാവും ഗൈസ് വണ്ടി. ഓക്കെ, സ്ഥലത്താറേ ഗൈസ്. നേരെ പോകുന്ന ആ സ്ഥലത്തേക്കാണ് നമ്മൾ.
ഇവിടെ നിന്ന് ഇങ്ങോട്ട് വളയണമെന്നും അറിയില്ല. ഓ വണ്ടി ഇടിച്ച്. ഓ അവിടെ പോകണം. എയർപോർട്ടിൻ്റെ അവിടെ നമുക്ക് വണ്ടി വർക്ക്ഷോപ്പ് ഉണ്ട് ഗൈസ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊക്കെ ഏതാടേ വഴി? ഇത് വഴി തന്നെയാണോ? വഴി തന്നെയാണെന്ന് തോന്നുന്നു, അറിയില്ല. ഇതെന്താ സംഭവം? ഇത് വഴിയാണ് ഗൈസ്. നമ്മൾ ഇപ്പുറത്തെ വഴിയിലേക്ക് വന്നു. ഓക്കേ, ലെറ്റ്സ് ഗോ. എത്താറായി ഗൈസ്, എത്താറായി. നേരെ പോയിട്ട് അവിടെ നിന്ന് വളയണം. ഇവിടെ എത്തുമ്പോൾ വളയാറെ. ഓ ഡ്രിഫ്റ്റ് അടിച്ച് കളിക്കാമെന്ന് വിചാരിച്ച് നടന്നില്ല. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എത്തുമ്പോൾ വളയണം. ഇവിടെ എത്താറായി. ഡ്രിഫ്റ്റ് അടിച്ച് കളിക്കാൻ പറ്റില്ല. ഇതെന്തായാലും വണ്ടി മാനത്തേക്കടെ കയറി പറന്നു, ആകാശം മുട്ടി പറക്കുന്നു നമ്മുടെ വണ്ടി. അവിടെ നിർത്ത് സ്ഥലത്തി നിർത്തല്ല, ഈ സ്ഥലത്തി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. റേസിംഗ് വണ്ടി, റേസിന് നമ്മൾ കൊണ്ടുപോകുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇത്ര ആയി വണ്ടിയുടെ അവസ്ഥ. കുഴപ്പമില്ല, നമ്മൾ റിപ്പയർ ചെയ്തങ്ങ് വണ്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഡ്രിഫ്റ്റ് അടിക്കാൻ പോകണം. ഇവിടെ കുറേ ഇതുണ്ടല്ലോ, മറ്റേ സാധനം. അത് കൊള്ളായിരുന്നല്ലോ. അത് കൊള്ളടാ, നൈസ്. ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാൻ കൊള്ളാം. ഇതാണ് കഴിച്ച് ഞാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകാൻ. കാണിച്ചു തരാം. ഇങ്ങനെ ടയറിൻ്റെ ഇത് ഒട്ടും ഉണ്ടാകരുത്, ടയർ 52% ഉണ്ട്. ടയറിൻ്റെ ഒട്ടും ഉണ്ടാകരുത്, എന്നാലാണ് നമുക്ക് സെറ്റായിട്ട് നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ടയർ മാക്സിമം പോകണം. ടയറാണെങ്കിൽ കുറേ. പിന്നെ ഇപ്പുറത്ത് വന്നാണ്ടൊക്കെ ഉണ്ട്, അതെനിക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. എന്താ സംഭവം എനിക്ക് ശരിക്കും അറിയില്ല. ഇവിടെ നിങ്ങൾക്ക് സ്പീഡ് മീറ്ററിൻ്റെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ടയറിൻ്റെ ഉണ്ട്, ഫ്യൂവലിൻ്റെ ഉണ്ട്, പിന്നെ വേറെ എന്തോ ഒരു സാധനമുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് ഇത് പാളുന്നില്ലല്ലേ. ഇപ്പോൾ പാളി. കൊള്ളാം. ഫ്രഞ്ച് ഗിരലിന് വണ്ടി എടുത്തോണ്ട് വരായിരുന്നു, കുഴപ്പമില്ല. ഇടിക്കാതെ ഓടിച്ച്. അയ്യ, അത് കൊള്ളാം. ഓ ഇവിടെ വന്നിരിക്കും. പിന്നെ നമ്മൾ കോണിലൊന്നും തട്ടിയില്ല ഗൈസ്. കണ്ടോ കോണിൽ തട്ടാൻ ഞാൻ ഓടിക്കും. ഇപ്പം തട്ടി. ഓ എയറോപ്ലെയിൻ ഒന്നും എടുത്ത് ഓടിക്കാൻ പറ്റില്ല ഗൈസ്. ഓ അത് കോണിൽ തട്ടിയില്ല. കുഴപ്പമില്ല ഗൈസ്, നന്നായിട്ട് ഡ്രിഫ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പറ്റുന്നുണ്ട്. ടയർ പെർസെൻറ്റേജ് 4%. 40 എത്ര ശതമാനമായി? കുറച്ചുകൂടി കുറയുകയാണെങ്കിൽ സെറ്റാണ്. കാരണം എന്തായാലും റിപ്പയർ ചെയ്തിരുന്നു. ഇവിടെ അധികം സ്പേസ് ഇല്ലല്ലേ വണ്ടി ഓടിക്കാൻ. ഞാൻ അത് കണ്ടുകൊണ്ടാണ് വന്നത്, പക്ഷെ ഇവിടെ ഇല്ല ഗൈസ്. ഡ്രിഫ്റ്റ് ചെയ്യണം, എന്നാലും ടയറിൻ്റെ പെർസെൻറ്റേജ് കുറയുള്ളൂ. അയ്യോ വണ്ടിടിച്ച് ചെളിയായടാ. കുഴപ്പമില്ല, കഴുകാം. വണ്ടി നമുക്ക് കഴുകാൻ ഗൈസ്. പിന്നെ കൊള്ളാം. കമ്പരം കണങ്ങി അങ്ങനെയാണ് ഗൈസ് വണ്ടി പോണേ. അത് കൊള്ളാം.
ചവിട്ടി അങ്ങ് പിടിച്ചേക്കാണ് ഗൈസ്. എന്നിട്ടാണ് നമ്മൾ വണ്ടി ഇട്ടി ഇറക്കണേ. അത് കൊള്ളാം. നൈസ് നൈസ്. വണ്ടിയുടെ എന്തൊക്കെയോ ലോ ആയി എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്നു. 36% ടയർ പെർസെൻറ്റേജ്. ടയർ പെർസെൻറ്റേജ് 0 ആണെങ്കിൽ നല്ല രീതിക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും. വണ്ടി ഇടിച്ച്. നമുക്കിവിടെ താഴെ സ്പീഡ് മീറ്ററിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ടയർ പെർസെൻറ്റേജ് എത്രയാണ്. വണ്ടി വീണ്ടും ഇടിച്ച്. അയ്യോ, വണ്ടി ഇടിച്ച് മറിഞ്ഞ്. ഗൈസ് നമുക്ക് എന്തായാലും ഇവിടെ പോകാം. റിപ്പയർ ചെയ്തിട്ട് നമുക്ക് എന്തായാലും വീഡിയോ എൻഡ് ചെയ്യാം. റിപ്പയർ ചെയ്തിട്ട് വന്നിട്ട് 2 ഡ്രിഫ്റ്റ് അടിച്ച് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. റിപ്പയർ വണ്ടി റിപ്പയറായി. വീഡിയോ എത്ര ലോങ് ആയെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. കുഴപ്പമില്ല. കാർ വാഷ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ? കാർ വാഷ് നമ്മൾ അത്യാവശ്യം ദൂരം പോകണം. ഇവിടം വരെ പോകണടാ. നമുക്ക് എന്തായാലും കാർ വാഷിൽ പോയി നമുക്ക് കാറും വാഷ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും വീഡിയോ എൻഡാക്കാം. ഓക്കെ, ഇങ്ങോട്ടല്ലേ. കാറ് വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ പണി പിന്നെ ഓർക്കൂല. കുറച്ച് ദൂരം ഉണ്ട്, എന്നാലും പെട്ടെന്ന് എത്തും. നമ്മുടെ നീഡ് ഫോർ സ്പീഡ് മോസ്റ്റ് വാണ്ടഡിലെ സ്പീഡ് ഉള്ള സെറ്റ് കാറിലെ പറന്ന് വെക്കോളും. കുഴപ്പമില്ല, കുറച്ച് ദൂരം ഉള്ളൂ. ഗ്യാപ്പിലൊക്കെ വലിയതായിട്ട് തോന്നുന്നേ ഉള്ളൂ. നമ്മൾ പറപ്പിച്ച് വിടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ, ഇടിച്ചിടിച്ചിടിച്ച്. കുഴപ്പമില്ല. കാർ എത്തിയില്ല. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കഴിച്ചത്. സിറ്റി 2 ആണ്, 2ാമത്തെ സിറ്റി. ആരെങ്കിലും വേറെ ജോയിൻ ആയോ? ഇല്ലല്ല, ഞാൻ മാത്രം ഉള്ളടാ. അത് കൊള്ളാല്ലേ. നടുക്കായിട്ട് ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നമ്മൾ ഫുള്ള് ഇതിട്ടിട്ട് ഇങ്ങനെ ഓടിക്കാം. ഇല്ല, എന്നാൽ അപ്പോൾ നമുക്ക് ബ്രേക്ക് ആവില്ല. പക്ഷേ നമ്മൾ ടയറിൻ്റെ പെർസെൻറ്റേജ് വീണ്ടും ഇതായ. ടയർ ഹീറ്റ് ആയതെന്നാണ് അത്. 27% ആണ് ടയർ. എനിക്ക് ഇങ്ങോട്ടല്ലല്ലോ, ഇങ്ങോട്ടല്ല നമുക്ക് പോകേണ്ടത്, തിരിച്ചാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇത് കൊള്ളാലോ ചെയ്ത സ്ഥലമൊക്കെ. നൈസ് സ്ഥലം. അയ്യോ, പിടിച്ച്. നമുക്ക് എന്തായാലും കാർ വാഷിൽ പോയിട്ട് കാറും വാഷ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം. അയ്യോ, എന്ത് കാർ വാഷ് ഇപ്പുറത്താണോ കാർ വാഷ്? പോടാ പെട്ടെന്ന്. സമയമില്ല കൈസ്, സമയം. നമുക്ക് അടുത്ത പ്രാവശ്യം ഈ കാർ തന്നെ എടുക്കാം. ഇപ്പോൾ ടയറിൻ്റെ ഇത് കുറഞ്ഞോണ്ട് നമുക്ക് ഇത് തന്നെ എടുക്കാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇവിടെ കാർ വാഷ് ഉണ്ട്. കാർ വാഷ് ചെയ്തോ? ലെറ്റ്സ് ഗോ ഗൈസ്. കാറും വാഷ് ചെയ്ത് റിപ്പയറും ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. മച്ചാനെ, വണ്ടി എന്ന് പറഞ്ഞത് ഇത് ഭയങ്കര ഡ്രിഫ്റ്റിംഗ് ആണ്. വണ്ടി റിപ്പയറായി ആവേണ്ടതാണോ? ചെറിയൊരു ലാഗൊന്നും വേറെ സീനൊന്നുമില്ല. എന്തായാലും നമ്മുടെ വണ്ടി റിപ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ വണ്ടി ഇവിടെ ഇട്ട് കറക്കിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഓടിച്ച് നിർത്താണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ വീഡിയോയും പോലെ ഈ വീഡിയോ നല്ല റെസ്പോൺസ് തന്നെ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 5K സബ്സ്ക്രൈബ് ആകുമ്പോൾ നമ്മളൊരു ഗിവ് സെറ്റാകും, റോബക്സ് ഗിവ്. അപ്പോൾ പിന്നെ 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ലൈവ് വരാം ഗൈസ്, മറ്റേ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വിളിച്ച് നിർത്താണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്നാണ്. അതുവരെ ബൈ.